ഒരുപാട് സ്നേഹത്തോടെ കാണുന്ന ഒരു മുഖമാണ് ചാക്കോച്ച. ആ 1997 ഇപ്പോൾ 2026 ഓൾമോസ്റ്റ് 29 ഇയേഴ്സ് അല്ലേ, 30 വർഷമായിട്ട് ഇങ്ങനെ അതേ ചാമോട് കൂടി അതേ സ്റ്റൈലോട് കൂടി നിൽക്കുകയാണ്. അതിന്റെ പറയുന്നത് സീക്രട്ട് എന്താണ് ചാക്കോച്ച? അതിന്റെ പറയുന്നത് ഉന്മാദം എന്താണ്? വാട്ട് ഈസ് മേക്കിംഗ് യു ദിസ് വൈബ്രന്റ് ആൻഡ് ദിസ് എനർജറ്റിക് എവറി ടൈം? ഇതിൽ എനിക്ക് വാക്കുകളില്ല. കാരണം ഞാൻ എന്നെ വിശ്വസിച്ചതിനേക്കാൾ കൂടുതൽ എന്നെ വിശ്വസിച്ച് എന്നെ സ്നേഹിച്ച പ്രേക്ഷകരോട്, സിനിമാ പ്രവർത്തകരോട്, സിനിമാ ലോകത്തിനോടുള്ള നന്ദിയാണ്. അപ്പം ആ നന്ദി, ആ സ്നേഹം തിരിച്ചു നൽകുക എന്നുള്ളത് നല്ല സിനിമകളിലൂടെയും നല്ല കഥാപാത്രങ്ങളിലൂടെയുമാണ്. അതിൻ്റെ ഒരു യാത്രയുടെ ഭാഗമായിട്ടായിരിക്കും ഉന്മാദവും അതിലെ ശൈലിയും എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. എന്തോ ആരാ വിളിക്കുന്നേ? ആരാ? ഇയാളാണോ? വരുന്നോ? ആ ചോട്ട ഇങ്ങോട്ട് കിട്ടും. കുറെ നേരമായിട്ട് ചാക്കോച്ച എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു കൊച്ചു മെടുക്കനാണ്. അതാ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. പേരെന്താ? ലയാൻ. അടിപൊളി. ഇങ്ങനത്തെ ചോട്ടകൾ ഇപ്പോഴും ഉള്ളതാണ് എന്നെ ഇങ്ങനെ നിർത്തുന്നത് നിങ്ങളുടെ മുന്നിൽ. അതോടെ ഈ ഒരു സ്നേഹത്തിന് ഒരുപാട് നന്ദി. ചോട്ടാസും ബഡാസിന്റെ ബഡാസും എല്ലാം കൂടെ ചേർന്ന് ഇപ്പോഴും ഈ ചാക്കോച്ചിനെ നിങ്ങളുടെ സ്വന്തം ചാക്കോച്ചിനായിട്ട് നിലനിർത്തുന്നതിൽ ഒരുപാട് സന്തോഷം. അത് ഈ ചോട്ടായ്ക്ക് ഒരു സിംബോളിക്കായിട്ട് ഒരു ഉമ്മ കൊടുക്കും. ഇനി തിരിച്ചുടുമ്പോ വരുമോ? ലേഡീസിനെ കൊടുക്കുമ്പോൾ അല്ല. താങ്ക് യു. അപ്പോൾ ലയയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാരാണ്? സനിഫിക്കാണോ? ഞാൻ അച്ഛനോട്. അപ്പോൾ ഈ ഒരു സ്നേഹവും എല്ലാം തന്നെയാണ് എൻ്റെ നിലനിർത്തുന്ന ഒരു അഭിനേതാവ് എന്ന നിലയിൽ എൻ്റെ കഴിവുകളുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ തന്നതിന്, ഇപ്പോഴും തരുന്നതിന്, നൽകുന്നതിന് നിങ്ങളോട് എല്ലാവരോടും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഐ ലവ് ടു ഓൾ ഓഫ് യു ഗൈസ്. താങ്ക് യു. ചാക്കോച്ച, ഒരു കാര്യം കൂടി ഒബ്വിയസ്ലി ചാക്കോച്ചൻ സ്റ്റേജിൽ വരുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് ഡാൻസ് കളിക്കോ എന്നുള്ളത് തന്നെയായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ ട്രെയിലർ സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മൊമെന്റ് ആയതുകൊണ്ട് ട്രെയിലർ ലോഞ്ച് ചെയ്തതിന് ശേഷം ചാക്കോച്ചൻ ഡാൻസ് ആവാതെ നമുക്ക് എൻ്റെ അടുത്ത് ഇവിടെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല പ്രൊഡക്ഷൻ കമ്പനി ബോംബെ എന്നുള്ള ആൾക്കാരാണ്. സോ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഡാൻസ് ചെയ്ത് പരിപാടി കുറവാക്കരുത്. സോ താങ്ക് യു പനോരമ സ്റ്റുഡിയോസ് ഫോർ മേക്കിംഗ് ദാറ്റ് ഓഫർ ടു മീ. സോ അവർക്ക് വേണ്ടി എന്തായാലും നൃത്തം ചെയ്യുന്നില്ല. നമ്മുടെ ഓഡിയോ ലോഞ്ച് വരുമ്പോൾ ആ സമയത്ത് എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ എപ്പോൾ ആമിൻ്റെ കൂടെ ഡാൻസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ മതി അല്ലേ? എന്തായാലും ട്രെയിലർ പരിപാടി എന്തിനാണോ നമ്മളോട് വന്നത് ആ പരിപാടി ആയിരുന്നു നടക്കുന്നത്. അത് നടന്നതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇനി ഒട്ടും ഭാഗ്യക്കാതെ ട്രെയിലർ ലോഞ്ചിലേക്ക് തന്നെ പോകാം അല്ലേ? ചാക്കോച്ചൻ ഓൾറെഡി ഇതാ നമ്മളോടൊപ്പം സ്റ്റേജിലുണ്ട്. ആൻഡ് നൗ ടു മേക്ക് ദിസ് എ പിക്ചർ പെർഫെക്റ്റ് മൊമെന്റ്, നമ്മൾ കാത്തിരിക്കുന്ന ഒരു ട്രെയിലർ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതിനായിട്ട് we need the stars of the film on stage as well. ഒരിക്കൽ കൂടി വേദിയിലേക്ക് നമ്മുടെ ഡയറക്ടർ ശ്രീ കിരൺ ദാസ് സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. And also seeking the valuable presence of Mr. Kumar Mandat Pathak sir to join for the trailer launch. Also welcoming the writer Mr. Shahid Kabir sir. We are having all the male artists and crew over here. ഇത് കംപ്ലീറ്റ് ആക്കണ്ടേ നമുക്ക്? നമ്മുടെ സ്വന്തം താരം ഈശോ മോൾ വീണ്ടും മികച്ചതായിട്ടുള്ള ചിരിച്ച് താഴെ ഇരിക്കുകയാണ്. ആൻഡ് ഡെഫിനറ്റ്ലി വിത്തൗട്ട് ഹർ ദിസ് മൊമെന്റ് വുഡ് ബി ഇൻകംപ്ലീറ്റ്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഒരിക്കൽ കൂടി ട്രെയിലർ ലോഞ്ചിലേക്ക് ഈശോ മോൾ എത്തിയിരിക്കുകയാണ്. കുട്ടികളുടെ കൂടെ ഇരിക്കുന്ന ചോട്ട കാസ്റ്റ് എല്ലാവരും തന്നെ വേദിയിൽ എത്തിയിട്ടുണ്ട്. ഓൾസോ റിക്വസ്റ്റിംഗ് all other stars, all the members of Unmadam team to mark the valuable presence here on the floor. As now we are moving on to the trailer launch. Okay. അപ്പോൾ എല്ലാവരും റെഡിയാണ്? സ്റ്റേജിൽ എത്തിയല്ലേ? ഞങ്ങളിങ്ങനെ നിന്ന് അവർക്ക് കാണാൻ പറ്റുമോ? നമുക്ക് രണ്ട് സൈഡിലേക്ക് നീങ്ങി നിന്ന് പ്ലേ ചെയ്തതിന് ശേഷം താഴേക്ക് ഇരുന്നോടെ നമുക്ക് ഒന്നുകൂടെ കാണാം.